വസക്കത്തൽ ഇമാമു അനി സബബി. ഇമാമുൽ ഹറമൈൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ സബബിനെ കുറിച്ച് പറഞ്ഞില്ല. സബബ് ശാരിയെ ഉദ്ദേശിക്കുമോ? മുസബബിനെ കൊണ്ട് ഹുക്മ് ചെയ്യുമ്പോൾ അതിൽ സബബ് പെടുമോ ഇല്ലയോ? ഉണ്ടെന്നും പറഞ്ഞില്ല, ഇല്ലെന്നും പറഞ്ഞില്ല. സക്കത്തൽ ഇമാമു അനി സബബി, സബബിനെ തൊട്ട് ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി തആല അലൈഹി നിശബ്ദരായി. അതെന്ന് നിശബ്ദരായത് ലിസ്തിനാദിൽ മുസബ്ബബിലേക്ക്, മുസബ്ബബിലേക്ക് എന്തിലേക്ക്? ഈ സബബിലേക്ക് എന്താണ് കാരണമാക്കപ്പെട്ട കാര്യം ഈ സബബിലേക്ക് ചാരി നിൽക്കുന്ന കാരണമാണ്, അതിലേക്ക് ആശ്രയിച്ച് നിൽക്കുള്ളൂ. അങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്ന കാരണമായിട്ട് ഉജൂദി ഉണ്മയിൽ അത് ഉണ്ടാവുന്നതിൽ തന്നെ എന്താണ് ഈ മുസബബ് എന്താണ് സബബിലേക്ക് എന്താണ് ചാരി നിൽക്കുന്ന കാരണമായിട്ട് കല്ലദീ നഫാഹു, ഏതുപോലെയായി ഈ സബബ്? കല്ലദീ ഒന്നുപോലെയാണ്, നഫാഹു അതിനെ നഫീ ചെയ്തതുപോലെയായി. അപ്പോൾ നഫീ ചെയ്ത് പറഞ്ഞതുപോലെ അത് എന്തില്ല, ഈ ഷാരിയെ ഉദ്ദേശിക്കൂല. ഈ മുസബബിൻ്റെ നിർബന്ധത കൊണ്ട് ഒന്നും നിർബന്ധമാവില്ല, സബബ് നിർബന്ധമാവില്ല. മുസബബിൻ്റെ നിർബന്ധത കൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്താവും, സബബ് നിർബന്ധമാവും. മനസ്സിലായില്ലേ? അതിനെ പ്രത്യേകം ചെയ്യില്ല, ഷാരിയെ ഉദ്ദേശിക്കില്ല എന്ന ഗണത്തിൽ ഇമാമുൽ ഹറമൈൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി പെടുത്തിയതുപോലെയുണ്ട് അത്. കാരണം എന്താ? മുസബബ് ഉണ്ടാവണമെങ്കിൽ, കാരണമാക്കപ്പെട്ടത് ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം? കാരണം. അങ്ങനെയുള്ള ബന്ധം, ആ ചാരി നിൽക്കൽ, ആ ആശ്രയത്വം, വിധേയത്വം കാരണമായിട്ട് കല്ലദീ നഫാഹു ഫലാ യഖ്സുദുഹു ശാരിഉ, അതുകൊണ്ട് എന്തില്ല, അതിനെ ഷാരിയെ ഉദ്ദേശിക്കുന്നതല്ല. ബിത്തലബി, ഈ മുസബബായ കാര്യത്തെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ആ തെളിവ് കൊണ്ട് എന്താണ് ഈ സബബിനെ ഷാരി എന്ത് ചെയ്യുന്നില്ല, ഉദ്ദേശിക്കുന്നതല്ല. ഫലാജിബു, അക്കാരണത്താൽ തന്നെ എന്താണ് ഈ മുസബബിന്റെ നിർബന്ധത കൊണ്ട് നിർബന്ധമാവില്ല, സബബ് നിർബന്ധമാവില്ല. എന്ന് വെച്ചാൽ മുസബബിന്റെ നിർബന്ധത കൊണ്ട് സബബ് നിർബന്ധമാവില്ല, അല്ലാതെ തന്നെ എന്താവും, മനസ്സിലായില്ലേ? അല്ലാതെ തന്നെ നിർബന്ധമാവുന്ന രൂപത്തിൽ ഇബ്നു ഹാജിബ് മുഖ്തസറിൽ ഇബ്നു ഹാജിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി കാര്യത്തെ കുറിച്ച് എന്ത് സ്പഷ്ടമായി എന്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മുഖ്തസർ അൽ കബീർ, അദ്ദേഹത്തിന് അൽ മുഖ്തസർ അൽ കബീർ എന്ന കിതാബിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വിഷയത്തെ സ്പഷ്ടമാക്കി ഇബ്നു ഹാജിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിട്ടുണ്ട്. മുഖ്താർ അൽ ഖൗലിൽ ഇമാമി, പല ആളുകളുടെ അഭിപ്രായം പറഞ്ഞു അല്ലേ, സബബാണോ പെടുത്തുന്നത്, ഷർത്താണോ പെടുത്തുന്നത്, അക്കിരി ഷർത്താണോ, ഷറഈ ഷർത്താണോ, പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇതിൽ ഇബ്നു ഹാജിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ആരുടെ അഭിപ്രായത്തെ മുഖ്താറാക്കി? ഇമാമുൽ ഹറമൈൻ ഈ അഭിപ്രായത്തെ, മനസ്സിലായില്ലേ? ലാസ്റ്റ് പറഞ്ഞ അഭിപ്രായത്തെ ഇബ്നു ഹാജിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി മുഖ്താറാക്കിയ നിലയിലാണ്. അപ്പോൾ കൗലുൽ മുസന്നിഫിൻ്റെ കൗലാവുന്ന ഫീ ദഫ്ഇഹി, അത് ദഫ്ഇ ചെയ്യുന്നതിലുള്ള മുസന്നിഫിൻ്റെ കൗലാവുന്നത് അസ്സബബു ഔലാ ബിൽ ഉജൂബി, അസ്സബബു സബബാവുന്നത് ഔലാ ബിൽ ഉജൂബി, നിർബന്ധത കൊണ്ട് ഏറ്റവും അർഹതപ്പെട്ടതാണ്. ഇമാമുൽ ഹറമൈനി അടക്കമുള്ള എതിർപക്ഷത്തുള്ള ആളുകളുടെ അഭിപ്രായത്തെ ദഫ്ഇ ചെയ്യുന്ന വിഷയത്തിൽ മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല സുബ്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞൊരു അഭിപ്രായം ഉണ്ടെന്നാണ് അസ്സബബു ഔലാ ബിൽ ഉജൂബ്. എന്താണ്? നിർബന്ധത കൊണ്ട് ഏറ്റവും കടപ്പെട്ടത്, ബന്ധപ്പെട്ടത് ആരാണ്? അത് സബബാണ്. പിന്നെ ഷർത്തി ഷറഈ, ഇതിനേക്കാൾ ഷറഈയായ ഷർത്തിനേക്കാൾ. നിസ്കാരം നിർബന്ധം എന്ന് പറയുമ്പോൾ അതിനെ തുടർന്ന് എന്താവും, ഉളു കൂടി ഉൾപ്പെടുത്തും. കാരണം ഉളുവിനെ ഷാരി ഉൾക്കൊള്ളും എന്നൊക്കെ പറഞ്ഞല്ലോ ഇവിടെ. കാരണം ഷാരി ഉൾക്കൊണ്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, ഉളു ഇല്ലാതെ ആൾക്കാരെ എന്ത് ചെയ്യും, നിസ്കരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ പറഞ്ഞ സന്ദർഭത്തിലെല്ലാം എന്ത് ചെയ്തു, സുബ്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി, മുസ്ലിം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു, ഈ ഷർത്തു ഷറഈയേക്കാൾ നിർബന്ധത കൊണ്ട് കൂടുതൽ ബന്ധപ്പെട്ടതാണ് സബബാണ് എന്ന് പറഞ്ഞതായ മുസന്നിഫിന്റെ കൗലാവുന്ന മംനൂൻ, അത് തടയപ്പെട്ടതാണ്. ആര് പറയാ? അശാരി മഹല്ലിമാ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയണത് എന്താണ്? മംനൂൻ, തടയപ്പെട്ടതാണ്. യുഅയ്യിദുൽ മൻഅ, ഈ തടസ്സപ്പെടുത്തലിനെ ശക്തിപ്പെടുത്തുന്നതാണ്. അന്ന സബബ, നിശ്ചയമായും സബബാവുന്നത് യങ്കസിമു, എന്താവുന്നു, ഓഹരിയാവും. ഷർത്ത് ഷറഈന്ന് ഒറ്റ സാധനം എന്താണ്? ഷറഈയ ഷർത്ത് മാത്രം. അക്കലി വേറെ പറഞ്ഞിട്ടില്ല, ഷറഈയ ഷർത്ത് മാത്രമാണ്. അപ്പം ഈ മുസന്നിഫിൻ്റെ കൗൽ എന്താണ്? അത് മംനൂ, തടയപ്പെട്ടതാണ്. യുഅയ്യിദുൽ മൻഅ, ആ തടസ്സത്തെ ശക്തിപ്പെടുത്തുന്നതാണ്. അന്ന സബബ, നിശ്ചയമായി സമമാവുന്നത് യങ്കസിമു, ഇതുപോലെ അത് ഓഹരിയാവുന്നതാണ്. അപ്പോൾ സബബ് ഷർത്തു ഷറഈയേക്കാൾ ഔലയാണെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞിരുന്നുണ്ട് പോരായ്മ, കുറവുണ്ടെന്ന് ആര് പറയാണ്? മഹല്ലിമാ റഹ്മത്തുള്ളാഹി തആല പറയാം. കാരണം
സബബ് എന്താണ്? പല ഐറ്റമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഓരിയാവുണ്ട്. ആ ഒരു സ്വഭാവം എന്തിനുള്ളത്? ഷർത്ത് ഷറഈക്ക് ഉള്ളത്. ഷർത്ത് പോലെ തന്നെ എന്താണ്? സബബും ഓരിയാവും. അപ്പോൾ ഷർത്ത് ഷറഈയേക്കാൾ ഔലയാണ് വുജൂബിൻ്റെ വിഷയത്തിൽ ഏത്? സബബ എന്ന് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞ കൗലെന്തായി? ഒന്നുമായി പോയി. കാരണം സബബ് എന്തുണ്ട്? പല ആയിട്ടുണ്ട്. ഏതുപോലെ? ഷർത്തുള്ളത് പോലെ. അപ്പോൾ എന്തിനേക്കാളും ഷർത്ത് ഷറഈ എന്ന് പറഞ്ഞാൽ അതിലൊരു വിഭാഗമായ ഷർത്ത് ഷറഈക്ക് എന്തിനേക്കാൾ പരിഗണനയുണ്ട്? സബബിനേക്കാൾ പരിഗണനയുണ്ട് കേട്ടോ. ഷർത്ത് പോലെ ഒന്ന് ഓരിയാവും. ഷറഈലേക്ക് ഓരിയാവും. അതുപോലെ സീഗത്തിൽ എഴുത്താക്കി ലഹു. ഷറഈ ആ ഷർത്തിന് ഉദാഹരണം ഇതുപോലെ സീഗത്തിൽ എഴുത്താക്കി ലഹു. ഇത്തിക്ക് ചെല്ലുന്നതിന് സീഗ ഷർത്തായതുപോലെ. തൻ്റെ കീഴിലുള്ള അടിമയെ ഇത്തിക്ക് ചെല്ലുന്നതിന് ഒരാൾ മനസ്സിൽ ഉദ്ദേശിച്ചാൽ പോരാ, നീത്താക്കിയാൽ പോരാ. എന്ത് ചെയ്യണം? സീഗ പറയാം. അത് തക്കിത്താം എന്ന് ഞാൻ എന്ത് ചെയ്തു? ഇത്തിക്ക് ചെല്ലു എന്ന് പറയുന്നത് ഷർത്താണ്. അപ്പം ഈ ഷർത്ത് എന്താണ്? ഷറഈയായിട്ട് ഓരിയാവും, അല്ലാത്തതായിട്ട് എന്ത് ചെയ്യും? ഓരിയാവും. അങ്ങനെ ഇരിക്കാതെ ഷറഈയ ഷർത്തിനേക്കാൾ വുജൂബിൻ്റെ വിഷയത്തിൽ ഔലാ പരിഗണന ആർക്കുണ്ട്? സബബിന് മൊത്തത്തിലുണ്ട് എന്ന് മുസന്നിഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞ ആ കൗൽ എന്താണ്? എന്നാലും പറയാണ് മഅലിമ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയാണ്. പിന്നെന്താണ്? അഖിലിയും. ഈ ഷർത്ത് എന്ത് ചെയ്യും? ഷറഈയിലേക്ക് ഓരിയാവുന്നത് പോലെ എന്തിലേക്ക് ഓരിയാവും? അഖിലിയിലേക്കും എന്താണ്? ഓരിയാവുന്നതാണ്. അഖിലിയിലേക്ക് ഓരിയാവുന്നത് പോലെ അതുപോലെ നളിരി എൽമി. അതുപോലെ അഖിലിയായ അതിനുദാഹരണം കേട്ടോ. അഖിലിയ അല്ല, ഇത് ഇവിടെ വന്നിട്ട് എന്താണ്? ഷർത്ത് പോലെ ഈ സബബും ഓരിയാവും. സബബിൻ്റെ ഓരിയ പറഞ്ഞു, അതിൻ്റെ ഓരിയല്ല, ഷർത്തിൻ്റെ ഓരിയല്ല പറഞ്ഞു. സബബിൻ്റെ ഓരിയതുപോലെ ഇത്തിക്ക് ചെല്ലുന്നതിന് സീഗ എന്താണ്? സബബാണ്. അല്ലേ? സീഗത്തിൽ എഴുത്താക്കിൻ്റെ സീഗ പോലെ കേട്ടോ. ഷറഈയിലേക്ക് എന്ത് ചെയ്യും? ഈ സബബ് ഓരിയാവും. പിന്നെ അഖിലിയായ സബബിലേക്കും ഓരിയാവും. അഖിലിയായതുപോലെ കന്നദരി ലിൽ ഇൽമി. അതുപോലെ ഇൽമിനെ നെളിർ ചെയ്യുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ. അപ്പോൾ ഒരു ഇൽമ് നമുക്ക് ലഭ്യമാകുന്നതിന് ബുദ്ധിപരമായിട്ട് ആ ഇൽമ് കരഗതമാവുന്നതിന് ആ എന്തുകൊണ്ടും ഒരു സബബ് വേണം. സബബ് എന്താ? ചിന്തിക്കണം, ആലോചന വേണം. ആലോചന ഉണ്ടെങ്കിലാണ് ഒരു വ്യക്തിക്ക് അയാൾ ഉദ്ദേശിക്കുന്ന ഇൽമ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നേടിയെടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലാണ് പറഞ്ഞത്. അപ്പോൾ ഈ അറിവ് ഹാസിലാകുന്നതിനുള്ള സബബാണെന്ത്? നെളിർ. എന്ത് സബബാണ്? അഖിലിയായ സബബാണ്. ഒരു ചിന്തിക്ക് ആ കിടന്നുറങ്ങുന്നതില്ല, ആ ഇൽമ കിട്ടൂല. മനസ്സിലായില്ല? അപ്പോൾ അഖിലിയായ ഒരു സബബാണ്. ഇതുപോലെ ഷർത്തിയായ സബബ് ഏതായതുപോലെ സീഗ ആയതുപോലെ എന്തിനാ? ഇത്തിക്കിന്. എന്നുപോലെ അഖിലിയായ സബബാണ് എന്തിനാ? ഒരാൾക്കൊരു ഇൽമ കിട്ടുന്നതിന് അയാൾ എന്ത് ചെയ്യണം? ചിന്തയെ ഉപയോഗപ്പെടുത്താൻ തയ്യാറാവും. അങ്ങനെ ഈ സബബ് അഖിലിയിലേക്കും ഷറഈയിലേക്കും ഇതുപോലെ ഓരിയാവുന്നുണ്ട്, ഷർത്ത് ഓരിയാവുന്ന പോലെ ഓരിയാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ സബബാണ് വുജൂബിൻ്റെ വിഷയത്തിൽ ഷർത്ത് ഷറഈയേക്കാൾ മുന്തിയ പരിഗണന ഉള്ളത് എന്ന് പറഞ്ഞ മുസന്നിഫിൻ്റെ കലാം എന്തായിപ്പോയി? അത് മംനൂആണ് എന്ന് മഅലിമ റഹ്മത്തുള്ളാഹി തആല എന്ന് പറയുന്നു. കന്നദരി നെളിർ പോലെ ഇൽമിനുള്ള നെളിർ പോലെ ഇന്ദൽ ഇമാമിർ റാസി. ആരൊക്കെ? റാസിമ റഹ്മത്തുള്ളാഹി തആല അടുക്കൽ. വഗൈരിഹി, റാസിമ റഹ്മത്തുള്ളാഹി തആല അല്ലാത്തവരുടെ അടുക്കലും കേട്ടോ. അപ്പോൾ ഇൽമും നെളിറുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇതുണ്ട്, ഇഖ്തിലാഫുണ്ട്. അതാണ് പറഞ്ഞത്. ഇന്ദൽ ഇമാമിർ റാസി, റാസിമ റഹ്മത്തുള്ളാഹി തആല അടുക്കൽ. വഗൈരി, അതല്ലാത്ത പണ്ഡിതന്മാരുടെ അടുക്കൽ. പിന്നെ ആദിയിൽ. പിന്നെ അതുപോലെ തന്നെ സബബ് ഈ ഷറഈയിലേക്ക് ഓരിയാവുന്നത് പോലെ അഖിലിയിലേക്ക് ഓരിയാവുന്ന പോലെ ആദിയിലേക്ക് ഓരിയോ. സാധാരണ ആയിട്ട് ഈ കാരണം ഉണ്ടായാലാണ് ആ മുസബ്ബബ് ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ളൊരു ബന്ധം ആദിയായ സബബുകളോട് ചില മുസബ്ബബാത്തുകൾക്ക് എന്തുണ്ട്? അങ്ങനെയും ബന്ധമുണ്ട്. അങ്ങനെ ഓരിയാവുന്നുണ്ട്. റഖബത്തി, പിരടിയെ വെട്ടുന്നത് പോലെ, പിരടിയെ വെട്ടുന്നത് പോലെ. ഇതിൽ കത്തിരി, ഇതിന് വേണ്ടിയിട്ട് കൊലപാതകത്തിന് വേണ്ടി. അപ്പോൾ ഒരാൾ ജാനി മുഹ്സിനായി, മനസ്സിലായില്ലേ? അതിലൊരാൾ മറ്റൊരാൾ എന്ത് ചെയ്തു? കൊന്നു. അപ്പോൾ എന്നുള്ള കിസാസ് വേണം. മനസ്സിലായില്ലേ? അപ്പോൾ കിസാസ് വേണമെങ്കിൽ ആ പ്രതിയെ, ആ കുറ്റവാളി എന്ത് ചെയ്യണം? കൊല്ലണം. കൊല്ലണമെങ്കിൽ നീ മരിക്കട്ടെ എന്ന് മരിക്കുമോ? ഇല്ലല്ലോ. ഈ വാഴ അന്തരീക്ഷത്തിൽ വീശി അവൾ മരിക്കുമോ? ഇല്ല. എന്ത് ചെയ്യണം? അവന് കഴുത്തിലേക്ക് ഈ കത്തിയെടുത്ത് തന്നെ വാളെടുത്ത് വെട്ടണം. വേണ്ടേ? അതായത് തത്തുല്യമായൊരു ക്രിയ അവിടെ ചെയ്യണം. ചെയ്താലെന്ത് ചെയ്യുള്ളൂ? അത് മരിക്കുള്ളൂ. മനസ്സിലായോ? അപ്പം ഈ കൊലപാതകത്തിന് സബബാണെന്ത്? ആദിയായ സബബാണെന്ത്? ഈ പെരടി വെട്ടുക എന്നുള്ളത്. ആദി എന്ന് പറയാൻ കാരണം എന്താ?
ഇസ്മായിൽ നബിയെ അറുത്തുന്നല്ല പറയണേ. പല അഭിപ്രായങ്ങളുണ്ട്, അറുത്തുന്ന അഭിപ്രായം. ഇവിടെ എന്തില്ല, മുറിഞ്ഞില്ല. മനസ്സിലായല്ല. സാധാരണ നിലയിൽ ഈ വധം നടക്കണമെന്ന് എന്ത് ചെയ്യണം, ഇത് വെട്ടണം അല്ലെങ്കിൽ അറുക്കണം, കണ്ടിക്കണം. മനസ്സിലല്ലേ. അപ്പോൾ ആദിയായൊരു സബബാണ് എന്തിന്, ഖത്ലിന് ആദിയായ സബബാണ് എന്താ, ഹസ്ദുൽ ഖത്ലത്ത്. മനസ്സിലായില്ലേ. അപ്പം ഇപ്പം പറഞ്ഞതാണ്. അപ്പോൾ ഈ സബബ് എന്താണ്, ആദിയിലേക്കും അതുപോലെ തന്നെ ഷറയിലേക്കും അക്കിരയിലേക്കും എന്ത് ചെയ്യുന്ന എല്ലാം ഓരിയാവുന്നു. ആദിക്ക് ഉദാഹരണമാണ് കഹൈസ് റക്കബത്തി, പെരടിയെ വെട്ടുന്നത് പോലെ ഇത് ഖത്ലി, ഇതിന് വേണ്ടിയിട്ട് കൊല്ലുന്നതിന് വേണ്ടിയിട്ട്. നാം എങ്കിലും കാലഭാവവും ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അൽ ഖസ്ദു ബി തലബിൽ മുസബ്ബബാത്തി കേട്ടോ. നാം എങ്കിലും എന്ന് വെച്ചാൽ എന്ന് മാത്രമല്ല നടക്കും. ഇവിടെ പറഞ്ഞല്ലോ എന്ന് മാത്രമല്ല, കാലഭാവവും ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു അൽ ഖസ്ദു ഉദ്ദേശം ബി തലബിൽ മുസബ്ബബാത്തി, മുസബ്ബബാത്തിനെ തേടൽ കൊണ്ടുള്ള ഉദ്ദേശമാവുന്നത് അൽ അസ്ബാബ്, എന്താണ്, കാരണങ്ങളാണ്. അയാൾക്ക് മരണം കൊടുക്കുക എന്നുള്ള ആർക്ക് കഴിയില്ല, വെട്ടിയൊക്കെ സാധിക്കില്ല. ഇയാൾക്ക് വെട്ടാനേ പറ്റുള്ളൂ. മനസ്സിലാണ് പറയണേ. ഇയാൾക്ക് ചിന്തിക്കാനേ പറ്റുള്ളൂ. ഇൽമ തരുന്ന ആരാ, അപ്പം. ചില ചിന്തിച്ചോൻ കുറേ ചിന്തിക്കും, പക്ഷെ എന്തില്ല, ഇൽമ കിട്ടിക്കൊള്ളുന്നില്ല. എത്രയോ പ്രാവശ്യം ഈ മരത്തിൻ്റെ മുകളിൽ നിന്ന് ആപ്പിൾ വീണിട്ടുണ്ടാവും. ശരിയല്ലേ. അവർക്ക് ആർക്കും തോന്നിയത് എന്ത്, ഗുരുത്വാകർഷണ ബലം. ഐസക് ന്യൂട്ടൺ തലയിലേക്ക് എന്ത് ചെയ്തു, ആപ്പിൾ വീണു. അപ്പോൾ വിളിക്കുന്നു എന്ത്, ഇത് ഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞ സാധനം ആരും കണ്ടിട്ടുണ്ട്, ഭൂമിക്കുണ്ട് എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ആ ചിന്തയിലേക്ക് അയാൾ പോയി, ആ ചിന്തയിലൂടെ എന്ത് ചെയ്തു, അയാൾക്ക് എന്ത് ചെയ്തു, ആ ഇൽമ കിട്ടി. മനസ്സിലായില്ലേ പറയും. അപ്പോൾ ഈ നെലറ് അതുപോലത്തെ ഈ പറയപ്പെട്ട ഹിസ്ർ റക്കബത്ത് അതുപോലത്തെ സബബുകൾ സിക പറയുക. മനസ്സിലായില്ലേ. അതൊക്കെ തന്നെ സിക പറയുക. ഇതുപോലത്തെ സബബുകളാണ് ഓർഡർ. അതിലൂടെ മുസബ്ബബ് ഉണ്ടാക്കി തരുന്ന ആരാണ്, അല്ലാഹു തആല. മനസ്സിലായില്ലേ. പിന്നെ അയാളെ ഇത്തേക്ക് ചെല്ലാൻ ഉദ്ദേശിച്ചു. ഇത്തേക്ക് ചെല്ലിയാൽ അയാളെന്താവും, സ്വതന്ത്രനാവും. അയാൾ സ്വതന്ത്രനായിട്ട് ജീവിക്കും. ഇയാൾ ഇത്തേക്ക് ചെല്ലി അപ്പം തന്നെ അയാൾ മരിച്ചു സംഭവിക്കാമല്ലോ. മനസ്സിലായില്ലേ. അതൊക്കെ എന്താ പറ്റുള്ളൂ, ആഴ്ത്തക്കുപ്പ ഞാൻ എന്ത് ചെയ്തു, എത്തിക്ക് ചെല്ലു എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ സബബാണ് ഈ ഓർഡറിങ്ങിൽ അല്ല ഖസ്ദ എന്ന് ചില പണ്ഡിതന്മാരും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കാലഭാവവും ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന ഖസ്ദു ബി തലബിൽ മുസബ്ബബാത്തി, കാരണം മുസബ്ബബാത്തുകളെ തേടൽ കൊണ്ടുള്ള ഉദ്ദേശമാവുന്ന അൽ അസ്ബാബു, എന്താണ്, കാരണങ്ങളാണ്. ഈ അന്നഹല്ലത്തി ഫി ഉസ്ഇൽ മുക്കല്ലഫി, കാരണം നിശ്ചയമായും അതാണ് മുക്കല്ലഫിൻ്റെ എന്താണ്, കഴിവിൽപ്പെട്ടു. മുക്കല്ലഫിന് കഴിയുന്ന കാര്യമുള്ളൂ, ഈ സബബുകളുള്ളൂ. അതിനാൽ ആ മുസബ്ബബായ കാരണം ഉണ്ടാക്കി തീർക്കുന്ന ആരാണ്, അല്ലാഹു തആല. ഇസ്മായിൽ നബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥം എന്തില്ല, പറഞ്ഞില്ല. മനസ്സിലായില്ലേ. അവിടെ മുറിയരുതെന്ന് തീരുമാനം ആരുടെയാ, അല്ലാഹു നബി. മനസ്സിലാവുണ്ടോ. അറുക്കാനേ ആർക്ക് കഴിയുള്ളൂ, ഇബ്രാഹിം നബിക്ക് കഴിയുള്ളൂ. മനസ്സിലായില്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ആ സബബുകളാണ് ഈ മുസബ്ബബിനെ തേടൽ കൊണ്ട് തന്നെ ഉദ്ദേശമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേട്ടത്തിൽ വളരെ വലിയ ബന്ധം ഇതിനുണ്ട്, ഈ അസ്ബാബിനുണ്ടെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ ഒരു വസ്തുത കൂടി ചില ഉലമാക്കളുടെ കലാമിൽ വന്നു പോയിട്ടുണ്ട് എന്നും ഷാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി അതിനപ്പുറം കടന്ന് എന്താണ് പറയുന്നത് കേട്ടോ.